ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പൂക്കള്, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു 3-4 ദിവസം നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എല്ലാവരും നല്ല രീതിയിൽ പൂവിടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നെങ്കിലും ഈ മഴ നമ്മുടെ പൂച്ചെടികൾക്ക് അത്ര നല്ലതല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പൂക്കൾ എടുക്കാം, പിന്നെ പൂക്കളുടെ വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മഴ കാരണം നമ്മൾ കൊടുക്കാറുള്ള ആ സംഭവമില്ലേ, അതും കൂടി കൊടുത്തേക്കാം എന്ന് കരുതി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ പിങ്ക് കളർ. ആദ്യം വിരിയുമ്പോ കുറച്ച് ഡിസൈൻ പോലെയൊക്കെ കാണിക്കാറുണ്ട് ഇവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ഷെയ്ഡ് ആയിട്ട് മാറും. പിന്നെ നമ്മുടെ പുതിയ ഒരു ആള് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഐഡി ഫെറാറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഐഡി ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഫെറാറി ആണെന്നാണ് ഞാൻ വിചാരിക്കണത്. അതോ അല്ലെങ്കിൽ ഫെറാറിയെ പോലെ ഒരുപാട് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പൂവിട്ടത്, ഇപ്പോഴും നന്നായിട്ട് പൂവിട്ടുകൊണ്ടിരിക്കണേ. പിന്നെ ഇത് ആദ്യം കാണിച്ച റെഡ്. പിന്നെ ഇവിടെ ഒരാള് പുതിയ അന്ന് ഞാൻ പോട്ട് ചെയ്തില്ലായിരുന്നോ, അതൊക്കെ നിറച്ച് മുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. 1-2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരും നിറച്ച് മുട്ടൊക്കെ ഇട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു മറൂൺ ഷെയ്ഡ്, പിന്നെ അങ്ങോട്ട് റെഡ് ആയിട്ട് മാറുന്നത്. ഇതിപ്പോ ഈ മഴയൊക്കെ കൊണ്ടാരണമാണ് പൂക്കളൊക്കെ പോയി ഒരുമാതിരി എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. ഇപ്പോ പൂവിട്ടേക്കണത് ഇതാ കണ്ടോ, എല്ലാവരെയും ഒറ്റ ഫ്രെയിമിൽ ഞാൻ കാണിച്ചു തരാം. ഇത് മുഴുവനും നമ്മുടെ പൂക്കളെല്ലാവരും, ചെടികളെല്ലാവരും പൂവിട്ട് നിൽക്കണേണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് ഇപ്പോഴത്തെ മഴയാണ്. മഴ വന്നു കഴിഞ്ഞാൽ അറിയാലോ, പൂച്ചെടികൾ ഒരുമാതിരി ആവും. നല്ല പൂവിടാന്ന് തയ്യാറെടുത്ത് നിന്നാലും ഒരു കാര്യമില്ല. നമ്മളെല്ലാവരെയും റെഡിയാക്കി നിർത്തിയെങ്കിലും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും പൂക്കളധികം ലാസ്റ്റ് ചെയ്യൂല. എല്ലാവരും നിറച്ച് പൂവിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഈ മഴ ഇനിയും പെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ ഒരു ഫ്ലവർ. ഇത് നമ്മുടെ ബ്ലാക്ക് സ്വാൻ. അത് നിറച്ച് മുട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് പിടിച്ചില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് അധികം സ്റ്റെം അധികം മെച്ചുവേർഡ് ആയിട്ടുണ്ടാവില്ല. അതിന്റെ ബ്രാഞ്ചസ് അതായിരിക്കും. ബ്ലാക്ക് സ്വാൻ സുന്ദരി. പിന്നെ ഇവിടെ ഒരാള്, ഇത് നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ പൂവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതും ഏതാണ്ട് കൊഴിയാറായി. നല്ല റെഡാണ് വിരിഞ്ഞത്. പിന്നെ ഇതിന്റെ ഐഡിയ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം വിരിയുമ്പോ യെല്ലോ, പിന്നെ അങ്ങോട്ട് പിങ്ക് ഷെയ്ഡ് കയറി വന്നത്. പിന്നെ ഇത് നമ്മുടെ പോപ്കോൺ വെറൈറ്റി. പോപ്കോൺ ഇപ്പോഴും പൂവിട്ടുകൊണ്ട് തന്നെ ഇരിക്കണേ. ഇനിയും നിറച്ച് മുട്ടൊക്കെ ഉണ്ട്. എന്താ ഇവിടെയൊക്കെ നിറച്ച് മുട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇടക്ക് മഴ പെയ്തപ്പോ ഒന്ന് പോയെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ അടുത്ത സുന്ദരി, നിറച്ച് കൊലകുത്തി ഉണ്ടാവണ ഒരു സുന്ദരി. അവിടെയൊക്കെ നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ മഴ ഇവരെ വിരിയാൻ സമ്മതിക്കുമോന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ നല്ല അടിപൊളി. പിന്നെ നമ്മുടെ ഡബിൾ പെറ്റൽ ബ്യൂട്ടി. അതിങ്ങനെ ഒരു പൂമരം പോലെ നിൽക്കണുണ്ട്. നിറച്ചും പൂവിട്ട് കുറെ പൂക്കൾ കൊഴിഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ കുറെയൊക്കെ ചീത്ത ചെയ്ത് മഴ പെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പങ്ങളാണ്.
പൂവ് അങ്ങനെ വിരിഞ്ഞ് അങ്ങോട്ട് കാണാൻ പോലും പറ്റൂല, അപ്പോഴത്തേക്കും പോവും. പിന്നെ ഇതും നമ്മുടെ ഡബിൾ പെറ്റൽ താമരപ്പൂ പോലെ ഇരിക്കണം, ഇതൊക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ പർപ്പിൾ ഷെയ്ഡ് കണ്ടില്ലേ, ഇതാണ് നമ്മള് മഴ പെയ്യുന്ന സമയത്ത് ഇടക്കിടക്ക് കൊടുക്കാറുള്ള നമ്മുടെ സാഫ്. അത് ഞാനിങ്ങനെ ഒരു കുപ്പിയിലാക്കിയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. സ്ക്വയർ ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കുപ്പിയിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചെടി ഇലകളിലും ചോട്ടിലും ഒക്കെ, മഴ പെയ്തതുകൊണ്ട് നല്ല നനവുണ്ട്, അപ്പൊ അധികം ഒഴിച്ചു കൊടുക്കണ്ട, ഒന്ന് വെറുതെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ എല്ലായിടത്തും ചോട്ടിലും ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോ നമുക്ക് പുതുതായിട്ട് വിരിഞ്ഞ ഒരു പുതിയൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലില്ലാത്തൊരു ഷെയ്ഡ് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. അതും ഒരു ഫ്ലാറ്റ് ഗ്രാഫ്റ്റ് ആണ്. അത് പക്ഷെ എന്തോ ഇടക്കൊന്ന് സക്സസ് ആവും. ഒരു നല്ലൊരു ഷെയ്ഡാണ്, വെറൈറ്റി, ഒരു നല്ല ഒരു പർപ്പിൾ. ആദ്യം വിരിയുമ്പോ ഒരു പർപ്പിൾ ഇതിന്റെ ഉള്ളില് കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ആയിട്ട് വരും. ഇതും അതിന്റെ തന്നെ ഒരു വേരിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം, വേറൊരു കളർ. പിന്നെ ഇത് നമ്മുടെ സമ്മർ സ്നോ. അങ്ങനെ കുറെ പേര് ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട്. ഓക്കെ, ഇതിപ്പോ അന്ന് ഞാൻ കുറെ വിത്ത് പാകണ ഒരു വീഡിയോ കാണിച്ചില്ലായിരുന്നു, കുറെ വിത്തുകൾ ഒരു ചെടിച്ചട്ടിയില് പാകിയത്. അത് ഇത്രയായിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് വിത്ത് മുളപ്പിക്കണതും, നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. പിന്നെ കുറച്ച് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും മാറ്റി നടും. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ പൂക്കള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.